അലുവ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് കോൺഫ്ലവർ വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് കോൺഫ്ലവർ ഉണ്ട്. പിന്നെ വേണ്ടത് വെള്ളമാണ്. വെള്ളം 2 കപ്പ് വെള്ളം വേണം. പിന്നെ നെയ്യ് വേണം. നെയ്യ് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കായ പൊടിച്ചത് വേണം, അത് 1 ടീസ്പൂൺ വേണം. പിന്നെ ഞാനിവിടെ കുറച്ച് കാഷ്നട്ട് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അലുവയ്ക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം വേണം. വെള്ളം 1.5 കപ്പ് വെള്ളം വേണം. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ അലുവയാക്കാന്ന്. ഇത് അലുവയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് ആദ്യം തന്നെ കോൺഫ്ലവറും വെള്ളവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ ചേർക്കുക, 2 കപ്പ് വെള്ളം ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ കോൺഫ്ലവർ ഈ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫുഡ് കളർ ചേർക്കാം. ഞാൻ അതിലേക്ക് റെഡ് ഫുഡ് കളറാണ് ചേർക്കുന്നത്. അത് നിങ്ങൾ കളറിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് നീക്കി വയ്ക്കുക. ഇതിലേക്കുള്ള സിറപ്പ് ഉണ്ടാക്കുക. ഈ സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെയാണ് നമ്മൾ അലുവ ഉണ്ടാക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പാൻ നല്ല കട്ടിയുള്ള പാനായിരിക്കണം. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കുക. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് എടുത്തത്. നമുക്ക് ഫ്ലെയിം ഓണാക്കാം. പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റായിട്ട് ഈ വെള്ളം പതുക്കെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ കോൺഫ്ലവറും വെള്ളവും കൂടിയിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ചേർക്കണം. ഇപ്പോൾ പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ട് മെൽറ്റായിട്ട് ഈ വെള്ളം പതുക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം മിക്സ് ചേർക്കാം. മിക്സ് നിങ്ങൾ ചേർക്കാൻ പോകുന്നതിന് മുമ്പും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കോൺഫ്ലവർ ആയതുകൊണ്ട് ചിലപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ ഇത് അടിയിൽ ഭയങ്കര തിക്കായിട്ടിരിക്കും. ഈ ഇത് നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. ഇത് കോൺഫ്ലവർ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് ചെറുതായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് ഏലക്കായയുടെ പൊടിയും കാഷ്നട്ടും ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കരുത്. ഇനി ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ അലുവ നല്ല ക്രിസ്റ്റൽ പോലെ വരണ വരെ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കണ നെയ്യേക്കും ഈ അലുവയുടെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ അലുവ നല്ല ക്രിസ്റ്റൽ പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് പകർത്താം. ഇതൊന്ന് ലെവലാക്കി കൊടുക്കുക. അത് നിങ്ങൾ ചൂടോടുകൂടി തന്നെ നിങ്ങളിത് ഇതേപോലെ പകർത്തണം. ചൂടാറരുത്. ഈ അലുവ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇത് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ചൂടോടുകൂടിയിട്ട് കട്ട് ചെയ്തെടുക്കരുത്. ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് തണുക്കണം. അലുവ സെറ്റായിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിൽ അലുവ സെറ്റായി കിട്ടും. ഇനി ഇത് നമുക്ക് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഹലുവ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്തത് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഹലുവ കഴിക്കണ അത്രയ്ക്ക് അങ്ങോട്ട് മധുരം ഉണ്ടാവില്ല. ഞാൻ കുറച്ച് പഞ്ചസാര കുറച്ചിട്ടാണ് ചേർത്തത്. ശരിക്കും ഹലുവയുടെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2.5 കപ്പ് പഞ്ചസാര വരെ ചേർക്കാം.